പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്തഅദൻതു റബ്ബി അൻ നസൂറ ഖബ്റ ഉമ്മീ. എന്റെ ഉമ്മയായ ആമിന ബീവി മരണപ്പെട്ട് കിടക്കുന്ന മദീനയിലെ അബവായിൽ പോയി എന്റെ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ ഞാൻ അല്ലാഹുവിനോട് അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ കാണാൻ ചെന്നിട്ടുണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം. 50 വയസ്സാണ് അല്ലാഹുവിന്റെ റസൂലിനെന്ന് മദീനത്തേക്ക് പോയി അബവായിലെ പൊന്നു ഉമ്മയായ ആമിന ബീവിയുടെ ഖബർ നബി തങ്ങൾക്കറിയാം. അവിടെ ചെന്നിരുന്നു. ഫബകാ വഅബ്കന്നാസ മൻ ഹൗലഹു. നബി തങ്ങൾ കരയുകയും തൊട്ടരികത്തിരിക്കുന്ന മുഴുവൻ ആളുകളെയും കരയിപ്പിക്കുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഉമ്മയെ തേടി പോയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അങ്ങനെയാണ്. മദീനത്തെ പള്ളിയിൽ നിന്നിറങ്ങിയാൽ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തിലൂടെ പോകാതെ സുബ്ഹി നിസ്കരിച്ച് നബി തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാറില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധം തന്റെ ഭാര്യയോടുള്ള ഖദീജ ബീവിയോട്, മറ്റു ഭാര്യമാരോടുള്ള ബന്ധം, നബി തങ്ങളുടെ മക്കളോടുള്ള ബന്ധം, എന്തിനേറെ തന്റെ അവിടുത്തെ പുതയാപ്പിളയായിരുന്ന അലി റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ, തന്റെ മരുമകന്റെ ഉമ്മയെപ്പോലും അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനിച്ചില്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഫാത്തിമ ബിൻതു ഖൈസ് റളിയല്ലാഹു അൻഹാ. അലി റളിയല്ലാഹുവിന്റെ ഉമ്മാന്റെ പേര് ഫാത്തിമ എന്നാണ്, മകളുടെ ഭാര്യയുടെ പേരും ഫാത്തിമ. അത് ഫാത്തിമ ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങളുടെ ഉമ്മായുടെ പേര് ഫാത്തിമ ബിൻതു അസദിൻ. അസദ് എന്നവരുടെ മകൾ ഫാത്തിമ എന്നവർ അലി തങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മ മരിക്കാൻ കിടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കുക മാത്രമല്ല, ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി തങ്ങൾ അവിടുത്തെ പുതപ്പൂരി കൊടുക്കുകയും അവിടുത്തെ അബാഅത്ത് വിധങ്ങൾ പുതച്ചിരുന്ന പുതപ്പെടുക്കുകയും ആ പുതപ്പിൽ മഹദിയായ ഫാത്തിമ ബിൻതു അസദ് റളിയല്ലാഹു അൻഹയെ കഫമായി പുടയുകയും തക്രീമൻ ലിസൗജി ഇബ്നതിഹി, സ്വന്തം മകളുടെ ഭർത്താവല്ലേ അലി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മയല്ലേ ഈ മരിച്ചു പോകുന്നത്, ആ ഉമ്മയെ ബഹുമാനിക്കുന്നു. എന്തിനെന്നറിയോ? എന്റെ മോളെ നോക്കുന്നത് ഈ അലി എന്നവരല്ലേ, അവരുടെ ഉമ്മയല്ലേ ഈ മരണപ്പെട്ടത്. അവർക്ക് വേണ്ടി ഖബറിലേക്ക് ഇറങ്ങുകയും നബിയുടെ പരിശുദ്ധമായ പുതപ്പ് പുതച്ചു കൊടുക്കുകയും ചെയ്ത് എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മാത്രമല്ല, ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു. മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗലോകത്തേക്ക് കടന്നു വന്ന കഥ പറയുന്നുണ്ട്. ദഖൽതുൽ ജന്ന ഫസമിഅതു ബിഹാ ഖറാറാ, സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ എനിക്കവിടെ ചില ഒച്ചകൾ കേൾക്കാൻ കഴിഞ്ഞു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, ലിമൻ ഹാദാ, ആർക്കാണിത്? ആർക്കാണ് അല്ലാഹു മണിമാളികകൾ ഒരുക്കി ഇവിടെ കാത്തിവച്ചിരിക്കുന്നത്? ആർക്കാണിതെന്ന് ചോദിച്ചപ്പോൾ ഫഖീല, മലക്കുകൾ അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുത്തു, لحارثة بن النعمان كان بارا بأمه. ഇത് ഹാരിസത്ത് ബിൻ നുഅമാൻ എന്ന സ്വഹാബിക്കാണ് നബിയെ, അങ്ങയുടെ ശിഷ്യനാണ് നബിയെ. ഹാരിസ് ബിൻ നുഅമാൻ എന്താ കാരണം എന്നറിയോ? കാന ബാറൻ ബിഉമ്മിഹി, സ്വന്തം ഉമ്മാക്ക് ഉപകാരം ചെയ്ത മോനായിരുന്നു ഹാരിസ. ഉമ്മയെ സ്നേഹിച്ച മോനായിരുന്നു ഹാരിസത്ത് ബിൻ നുഅമാൻ. കാന ബാറൻ ബിഉമ്മിഹി. അങ്ങനെ മലക്കെനിക്ക് മറുപടി പറഞ്ഞപ്പോൾ ഫഖുൽതു, ഞാൻ മലക്കിനോട് പറഞ്ഞു, കദാലികുമുൽ ബിർറു കദാകുമുൽ ബിർറു, ഇങ്ങനെയാണ് ഉമ്മയെയും വാപ്പയെയും നോക്കിയാൽ ഇത് കിട്ടും, ഉമ്മയെയും വാപ്പയെയും നോക്കിയാൽ ഇങ്ങനെയാണ് അല്ലാഹു പ്രതിഫലം തരുന്നതെന്ന് മലക്കിനോട് ഞാൻ മറുപടി പറഞ്ഞുവെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. എന്താണ് ഈ പഠിപ്പിക്കുന്നത്? ഉമ്മ ആരാണ് വാപ്പയാരാണെന്ന് പഠിപ്പിക്കുകയാണ്.
ദഖൽതുൽ ജന്ന ഫവജദ്തു ഉമ്മ സുലൈം. സ്വർഗ്ഗത്തിലേക്ക് ഞാൻ കടന്നപ്പോൾ ഉമ്മ സുലൈമിനെ ഞാൻ കാണാനിടയായി. നബിയുടെ സ്വഹാബിയത്താണ് ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹാ. ഫഖുൽതു, ഞാൻ ചോദിച്ചു, സബഖ്തിനി ഇലൽ ജന്ന, ഉമ്മ സുലൈമേ, ഞാൻ പോലും വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തിയോ എന്ന് ഉമ്മ സുലൈമിനോട് ഞാൻ ചോദിച്ചപ്പോൾ ഫഖീല ലി, എന്നോട് പറയപ്പെട്ട മറുപടി, ബിമാ കാനത് തുർലി സൗജഹാ, തന്റെ ഭർത്താവിനെ എമ്പാടും തൃപ്തിപ്പെടുത്തിയിരുന്ന ഭാര്യയായിരുന്നു ഉമ്മ സുലൈം. ഭർത്താവിനെ സ്നേഹിച്ചതിന്റെ പേരിൽ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്തു കൊടുത്തതിന്റെ പേരിൽ നിബിതങ്ങൾ കടക്കുന്നതിന്റെ മുമ്പേ ഉമ്മു സുലൈം സ്വർഗ്ഗത്തിലെത്തി എന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. എവിടെ? തങ്ങൾ തിരിച്ചു വന്നപ്പോ ഉമ്മു സുലൈം എന്നവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മു സുലൈം എന്നവർ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടപ്പോ പക്ഷെ അള്ളാഹു കാണിച്ചു കൊടുത്തു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന പെണ്ണാണ്. എന്റെ കാരണം എന്നറിയോ? ബിമാ കാനത് തുർലി സൗജഹാ, തന്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു, തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്തിയിരുന്ന പെണ്ണായിരുന്നു. അതുകൊണ്ടാണ് കുടുംബം ചെയ്യുന്ന ഇബാദത്തിന് കൂലി കൂടുതലാണ്. ഭാര്യയും ഭർത്താവും ചെയ്യുന്ന ഇബാദത്തിന് കൂലി കൂടുതലാണ്. റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരാൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ദുആ ചെയ്യുന്നു. റഹിമല്ലാഹു ഇംറഅൻ ഖാമ മിനൽ ലൈലി, രാത്രി തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പുരുഷൻ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫഅയ്ഖദ ഇംറഅതഹു, ഒറ്റയ്ക്ക് എഴുന്നേൽക്കുക മാത്രമല്ല തന്റെ ഭാര്യയോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. എടി പെണ്ണെ, നീയും എഴുന്നേൽക്ക്, നമുക്ക് രണ്ടുപേർക്കും തഹജ്ജുദ് നിസ്കരിക്കാം. അങ്ങനെ ഭാര്യ എഴുന്നേൽപ്പിച്ച ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫസ്വല്ലയാ റക്അതൈൻ, അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു പോയത് ഏതെങ്കിലും വാളിന് വരുന്ന ഉസ്താദല്ല, അഷ്റഫുൽ ഖൽഖാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ദുആയുണ്ട്. ഭാര്യയും ഭർത്താവ് നിസ്കരിച്ചാൽ, ഒറ്റ നിസ്കരിച്ച് പെണ്ണനെ കെട്ടാത്ത ആളാ, കുഴപ്പമില്ല, അതിന് കൂലുണ്ട്. ഭാര്യയും ഭർത്താവുമായി ജീവിച്ച് രണ്ടുപേരും അള്ളാഹുവിനെ വഴിപ്പെട്ടാൽ അവർക്ക് റഹ്മത്ത് നീ ചെയ്യണേ എന്ന് ലോകത്തിന്റെ ഗുരു നാവുകൊണ്ട് കളവ് പറയാത്ത, പറഞ്ഞതെന്തോ അത് അള്ളാഹു തരുന്ന വിവരമല്ലാതെ മറ്റൊന്നും സംസാരിക്കാത്ത മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകുതിബ ഇൻദല്ലാഹി മിനൽ-ദാകിരീന അല്ലാഹ കസീറൻ വൽ-ദാകിറാത്ത്. അങ്ങനെ നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും അള്ളാഹുവിന്റെ ധാരാളം ദിക്ർ ചൊല്ലുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അള്ളാഹു അവരുടെ പേര് രേഖപ്പെടുത്തുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് കാലത്തന്നെ അങ്ങനെ. ഇന്നത്തെ കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയൊക്കെ ആണെങ്കിൽ എന്തൊരു കൂലിയാണ്, എന്തൊരു കൂലിയായിരിക്കും, ഭയങ്കര. ഇബാദത്തുൻ ഫിൽ ഹറജി കഹിജ്റത്തിൻ ഇലയ്യ, എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാലത്ത്, എന്റെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് ആരെങ്കിലും ഇബാദത്ത് ചെയ്താൽ കഹിജ്റത്തിൻ ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ വന്നതിന്റെ കൂലി ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.